പാലക്കാട് കാടാങ്കോട് ഷിബുവിന്റെ വീട്ടിലാണ് മരം വീണ് വീട് പൂർണ്ണമായും നശിച്ചത്. ഷിബു കാടാങ്കോട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ വീടാണ്. ഈ വീടിന്റെ മുകളിലേക്ക് ഈ നിൽക്കുന്ന വലിയ പടുകൂറ്റൻ മരം വീഴുകയായിരുന്നു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും നശിച്ചു. മുകൾ ഭാഗത്തെ ഓടുകളൊക്കെ പൂർണ്ണമായും തകർന്ന് അടിയിലേക്ക് വീഴുന്ന സ്ഥിതിയായിരുന്നു. എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഈ ശക്തമായ കാറ്റുവീഴ്ച എപ്പോഴാണ് ഉണ്ടായത്? സമയം ഒരു 12:45. പെട്ടെന്ന് നല്ല കാറ്റും സൗണ്ട് കേട്ടു, മരം വീഴുന്നത്. അപ്പൊ അവരാണ് താമസിച്ചിരുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് ഇറങ്ങി ഓടി. എന്താണ് ഉണ്ടായത്? ആ സമയത്ത് ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു. എന്താണ്? നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റും മഴയും സൗണ്ട് കേട്ട് തിരി അങ്ങനെ ഇവിടെ ഓടാൻ പറ്റില്ല. അങ്ങനെ തന്നെ നിന്നു. അവിടെ തന്നെ വീടിനുള്ളിൽ തന്നെ ഇരുന്നു. വീണ്ടും പൂർണ്ണമായിട്ട് ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നശിച്ചു. ഈ ഫ്രണ്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മുൻഭാഗത്തെ പൂർണ്ണമായിട്ടും ഇരുന്നു അല്ലേ? അതെ. ചേച്ചി എവിടെയായിരുന്നു? ഞാൻ അടുക്കള ഭാഗത്തായിരുന്നു. ശബ്ദം കേട്ടിരുന്നോ? ഭയങ്കര ശബ്ദം കേട്ടിരുന്നു. ഞാൻ ചേച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓടക്കുന്ന വീഴുന്നത്. ഇപ്പോഴും ഞെട്ടലുണ്ടെന്ന്. പെട്ടെന്ന് എന്താണ് അവിടെ മനസ്സിലായില്ല. അങ്ങനെയാണോ? അതെ. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് മഴയുണ്ടോ? രാവിലെ കുറച്ച് കമ്മിയായിരുന്നു. പിന്നെ സമയത്ത് നല്ല കാറ്റും മഴയും. അപ്പൊ ഇതിന്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തന്നെയാണ് നമുക്ക് ഈ വീടിന്റെ നശിച്ചതായി കാണാൻ കഴിയുന്നത്. ഉള്ളിലേക്കും ഓടുകളൊക്കെ വീണിട്ടുണ്ട്. ഏതായാലും ഈ അപകടം സംഭവിച്ചപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടുകാർ അവിടെ തന്നെ ഇരുന്നു. ഭാഗ്യം കൊണ്ട് മറ്റ് അപകടമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും നമുക്ക് കാണാം മുകളിലൊക്കെ ഓടൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നശിച്ച നിലയിലാണ്. മുൻഭാഗത്തെ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ സമീപത്തെ ദേവദാസിന്റെ വീടിന്റെ ബാത്റൂം അതും പൂർണ്ണമായും തകരുന്ന നിലയിലാണ്. അതിന്റെ മുകളിലേക്ക് കൂടിയാണ് ഈ മരം വീണത്. ഈ മരത്തിന്റെ ചില്ലകൾ തട്ടി അതിന്റെ മുകളിലുള്ള ആസ്പെറ്റോസ് ഷീറ്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറി. മാൽഗോഴ്സി മോഹനപ്പം, ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.